ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഉപ്പിട്ടാൽ മതി. അതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള സോയ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ എത്ര ആവശ്യമുണ്ടോ അത്രയും സോയ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി ഒരു 15 മിനിറ്റ് ആ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിനകത്ത് കിടന്നത് വേവാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുക. അപ്പം ഇളക്കിയതിന് ശേഷം 15 മിനിറ്റ് വേവിച്ചാൽ മതിയായിരിക്കും, അത്രയും മതി. അതിനുശേഷം നമ്മളത് എടുത്തിട്ട് അടപ്പ് വെച്ച് മൂടി കുറച്ച് നേരം അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചേക്കണം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്, സോയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല പോലെ കൈ വെച്ച് ആ പിഴിഞ്ഞ് അതിനകത്തോട്ട് വെള്ളം കളയണം. കാരണം ഇത് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. വെള്ളമാണെങ്കിലും എണ്ണയാണെങ്കിലും ഇത് പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ നമ്മളത് കൈ വെച്ച് നല്ല പോലെ പിഴിഞ്ഞൊരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യുക. അതായത് ഫ്രൈ ചെയ്യാനാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മസാല കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമ്മളത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുണ്ടോ പിഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയേ, കുറച്ചൊക്കെ മതിയായിരിക്കും. അപ്പോൾ അതിനുശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഒരു കാശ്മീരിയോ അല്ലെങ്കിൽ ഏതോ എങ്കിലും ഒരു മുളക് പൊടി ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയായിരിക്കും. പിന്നെ അതിനകത്തോട്ട് വേണ്ടത് മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് മസാലയോ ഗരം മസാലയോ അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുക അത്രയും ആ മസാലകൾ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി വേണ്ടത് കുറച്ച് കൈ വെച്ച്, അതായത് ഉപ്പ് കൂടി ഇടണം കേട്ടോ. കൈ വെച്ച് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കുക, എല്ലായിടത്തേക്കും പിടിക്കുന്ന തരത്തിൽ. അപ്പം ലേശം വെള്ളം തന്നെ ആ സോയയിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ എത്ര പിഴിഞ്ഞാലും സോയക്കകത്ത് കുറച്ചൊക്കെ വെള്ളം കാണാം. അപ്പം ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കൈ വെച്ച് അത് നല്ലപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഇത് മൂടി വെക്കാം. നമ്മൾ എത്ര നേരം മൂടി വെക്കുന്നോ അതിനകത്തോട്ട് ആ മസാല പിടിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് അപ്പം തന്നെ വറുത്താൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഒരു 20 മിനിറ്റ് കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ എടുക്കുക, പാനിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അപ്പം ഇത് ബീഫൊക്കെ നമ്മൾ ട്രൈ ചെയ്യില്ലേ, ബീഫ് നമ്മൾ വരട്ടില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ ബീഫ് ഞങ്ങൾക്ക് കിട്ടാൻ കുറവാണ് ഇവിടെ. അപ്പം നമുക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റായിട്ട് തോന്നും, കാരണം നമ്മൾ അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കുമല്ലോ. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ പരട്ടി വെച്ച ആ മസാലക്കൂട്ടും സോയൊക്കെ എടുത്ത് അതിനകത്തോട്ട് പയ്യെ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് ഒരു പൊടിക്കൈയായിട്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. മനസ്സിലായ? ഇനി നമ്മൾ പയ്യെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പയ്യെ വറുത്തെടുക്കുക. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിച്ച് വറുത്തെടുക്കണ്ട. കാരണം ഈ സോയ എന്ന് പറഞ്ഞ സാധനം നല്ല പോലെ എണ്ണ വലിച്ചെടുക്കുന്ന സാധനം. അപ്പം ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.